ഹായ്, ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ വരുമാനത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ട, പകരം നമ്മുടെ നിക്ഷേപത്തിൽ അഭിമാനിക്കുക എന്നുള്ളതാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ വരുമാനം കൂടുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ സെക്യൂർഡ് ആയെന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാനമല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളെ ഫ്യൂച്ചറിൽ സ്വതന്ത്രരാക്കുന്നത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1,00,000 രൂപ വരുമാനമുണ്ട്, കിട്ടുന്നതെല്ലാം ചിലവാക്കുന്ന ഒരു ഹാബിറ്റ് ആണെന്ന് വിചാരിക്കുക. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 40,000 രൂപ വരുമാനമുള്ളൂ, എന്നാൽ പോലും 5,000 രൂപ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്നതുള്ളൂ. 10-15 വർഷങ്ങൾക്ക് ശേഷം ഫ്യൂച്ചറിൽ ആരാണ് സെക്യൂർഡ് ആകുന്നത്? ഇവിടെ നമ്മളെ വരുമാനം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇൻകം ആണ്, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു പാസീവ് ഇൻകം ആണ്, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. വരുമാനം നമ്മുടെ ഇൻഫ്ലേഷൻ മൂലം അതിന്റെ ഫ്യൂച്ചറിൽ വാല്യൂ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ വെൽത്ത് വളരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ വേണമെന്നാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വരുമാനം വരുമ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കുറച്ച് എമൗണ്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. രണ്ട്, മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമുക്ക് മാസം ഒരു 1000-500 മുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തത്, നമുക്ക് ലോങ് ടൈം തിങ്കിങ് വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്ഗ്രേഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുകയും ഫ്യൂച്ചറിൽ നമുക്ക് അഭിമാനിക്കുന്ന രീതിയിലുള്ള വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.